ഹലോ ഗൈസ്, വെൽക്കം ടു ഫണ്ണി ക്ലൗഡ്. അപ്പോൾ നമ്മളിന്ന് ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടി നമുക്ക് സ്കെച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്, പിന്നെ സിസർ എടുത്തിട്ടുണ്ട്, ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബുക്കിൽ നിന്ന് കീറിയെടുക്കാൻ പറ്റിയ പോലത്തെ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു A4 ഷീറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കിത് വെച്ച് ചെയ്യാൻ വേണ്ടി എക്സാം ബോർഡും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടത് ഇതിനെ നമുക്ക് ഇതേ കോൺ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണേ. ഇതിങ്ങനെ മടക്കിയെടുക്കണം. നമ്മുടെ ആദ്യത്തെ പരിപാടി. നമുക്കിതിവിടെ പശ ഒന്ന് തുറന്നു നോക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാനപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പശയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മടക്കി കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഊട്ടൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും. നമുക്കിത് ഇവിടെ ആയിട്ട് ഈ കോൺ പോലെ വെച്ചിട്ട് ഇത്രയും വേണ്ട ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പശ നന്നായി ഓടിച്ച് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് ഉള്ളിൽ കൂടി ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതെ ഇവിടെ കാകാത്തടത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കണ്ടു, നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ബൊക്കയുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ട. ഇനി നമുക്ക് വേണ്ടത് പൂവാൻ. സ്റ്റെമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കാം. സെൻറ്റർ ഇപ്പം നമുക്ക് ഈ പേപ്പറിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം കീറി എടുക്കാം കേട്ടോ. നമ്മുടെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പറിന് അതെ ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മാക്സിമം റോൾ ചെറുതാക്കാനാണ് നോക്കേണ്ടത്. വണ്ണം ഒരു പണി കണ്ടത് അങ്ങനെ പയ്യെ ഇതേ മിക്കവാറും വലുതാകാനാണ് സാധ്യത. പക്ഷെ ഞാൻ മാക്സിമം ചെറുതാക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ മാക്സിമം ചെറുതാക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. നല്ല പണിയാണ് കേട്ടോ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാൻ. നമുക്കിപ്പോൾ മാക്സിമം ഇങ്ങനത്തെ 5 പൂക്കളാണ് നമുക്കിങ്ങനെ സ്റ്റെമ്പ് ചുരുട്ടിയെടുക്കണം. ചുരുട്ടി വരുമ്പോൾ ഈ അറ്റത്തെ കാണുന്ന ഒരു ഇതില്ലേ, അതിലായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ ആദ്യത്തെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 സ്റ്റിക്കാണ് കേട്ടോ ശരിയാക്കി എടുക്കണ്ടേ. ഓ വേഗം വേഗം വേഗം. ഹലോ, അപ്പം നമ്മളിങ്ങനെ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 5 എണ്ണം ഉണ്ടാക്കണം. നമുക്ക് അവസാനത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം. പേപ്പർ എടുക്കാൻ പോകുന്നു. നല്ല പണിയാണ് കേട്ടോ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ. അതും നല്ല തിന്നായിട്ട് കിട്ടണമെങ്കിൽ അതിനേലും നല്ല പണിയാണ്. ഇങ്ങനെ മടക്കി 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 ഇനി കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. വണ്ണം കുറച്ച് തന്നെ വേണ്ടത് തന്നെ. കണ്ടോ, കിട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ലേ, കിട്ടിയാൽ കിട്ടുമോ നന്നായി ഉപയോഗിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ട 5 സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്ക് മാത്രം പോകാം. അപ്പോൾ സ്റ്റിക്കിൻ്റെ ഏറ്റത്തത് ഈ സംഭവം കൂത്തിരിക്കുന്ന സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓക്കെ ആക്കണം. 2 സൈഡിലുണ്ട്. നമുക്ക് 2 എണ്ണം എല്ലാം ഓക്കെ ആക്കാൻ വേണ്ടി. ഒരേ സൈസൊന്നും വേണ്ട, അതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള. ബുക്കൊക്കെ അങ്ങനെ പോകുന്ന ഒരേ സൈസിലൊന്നും ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങനെ മുറിക്കല്ല കേട്ടോ. ഞാൻ ഈ പശ തേച്ചിട്ടും ഒട്ടാത്ത സാധനങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഒന്നും ഒട്ടിക്കാനായിരുന്നു. ആവശ്യമില്ല. കാരണം 3 സ്റ്റിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഏകദേശം ഒരേ സൈസിലാണ്. നമുക്കൊന്നും ഒരേ സൈസ് ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സ്റ്റിക്കെല്ലാം ഒരേ സൈസിലാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്, ഇതും റെഡി ആയിട്ടുണ്ട്. നോക്കണ്ട പൂവാണ്. പൂവിന് നമ്മളപ്പോൾ അതെ പൂ സിമ്പിളാണ് കേട്ടോ. പൂ ആദ്യം തന്നെ നമുക്ക് യെല്ലോ കളർ എടുക്കണം. യെല്ലോ കളർ ഫുൾ ഈ ഒരു ഇതിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തീരാൻ സാധ്യതയുണ്ട്. മാക്സിമം പറ്റാവുന്ന അത്രയും യെല്ലോ അടിച്ച് കൊടുക്കാം.
നമ്മൾ നല്ല പണിയാണ് കേട്ടോ അങ്ങനെ എല്ലാം അടിച്ചു കൊടുക്കാൻ. ഹലോ ഗൈസ്, എന്താണെന്നറിയോ, ഞാൻ എല്ലാം അടിക്കണില്ല. എന്താണെന്നറിയോ, എല്ലാം അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ സമയം മുഴുവൻ പോകും. നമുക്ക് അതുകൊണ്ട് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സാധനം ഇത് നേരാക്കി സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്ത് കൊടുത്തോളാം. ഇതേപോലെ കിട്ടും. ഇതിനെ നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ഇതേപോലെ കിട്ടുവേ. നമ്മൾ എന്താണ് ഈ ഒരു തീമിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതീ കണ്ടോ, ഇങ്ങനത്തെ ഈ 5 കളറാണ് കേട്ടോ നമ്മൾ മാക്സിമം 1 2 3 4 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ പർപ്പിളാണ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പം കാണിച്ചു തന്ന പോലെ അങ്ങനെ ഫുള്ള് ചെയ്ത് കൊടുക്കണം. ഒരുമാതിരിപ്പെട്ട പണിയാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇപ്പോഴത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഉള്ളിൽ വൈറ്റ് കളറാണ്. നേരെ അതേപോലെ തന്നെ ഇത് തിരിച്ച് ഇങ്ങനെ മടക്കിയിട്ട് വൈറ്റ് കളറാക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ മുറിച്ച് കൊടുക്കണേ. ഇത് ഒരുമാതിരിപ്പെട്ട ഇത്തിരി പണിയുള്ളതാണ്. പിന്നെ നമുക്കിത് വേഗം ചെയ്യുമ്പോൾ വണ്ണം കൂടരുത്, വണ്ണം കുറവായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിത് അവസാനത്തൊരു മുറിയും കൂടെ മുറിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇങ്ങനെ തിരിച്ച് തുറന്നു കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. ജസ്റ്റ് വീണ്ടും മടക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കണം. വൈറ്റ് പേപ്പർ എന്നിട്ട് ഇതേപോലെ വൈറ്റ് പേപ്പർ അല്ല, നമ്മൾ ആ എല്ലാം അടിച്ചതിൻ്റെ ബാക്കി പേപ്പർ തന്നെയാണ് കേട്ടോ. നമുക്ക് വേറെ നല്ല വേറെ എന്തിനാ പേപ്പർ യൂസ് ചെയ്യണേ. നമുക്ക് എന്തായാലും തിരിച്ച് ഓപ്പോസിറ്റ് കട്ട് ചെയ്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ശരിയാക്കുന്നത്. ഓക്കെ, വൈറ്റ് പേപ്പർ തന്നെയാണ് നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീണ്ടും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു മെത്തേഡ് തന്നെയാണ്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ബൊക്കെ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് അവസാനത്തെയും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇതും ഇങ്ങനെ തുറക്കാൻ പറ്റണ വിധത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കിത് ഇതേപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, അതേപോലെ തന്നെ നമ്മുടെ പർപ്പിളും ഇതേപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പർപ്പിളും അങ്ങനെ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് പർപ്പിളും കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കിൻ്റെ ഈ ഒരറ്റത്തായിട്ട് നമുക്കിത് വെള്ളത്തിൽ ഗ്ലൂ തേച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഇരുന്നിൻ്റെ ആദ്യത്തെ ഒരു സൈഡിലായിട്ട് നമുക്ക് വൈറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അതിങ്ങനെ പയ്യെ റോൾ ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെ പയ്യെ റോൾ ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഇതൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തീർക്കാൻ അവസാനം അറ്റെത്തുമ്പോഴത്തേക്ക് അറ്റത്തും ആ ഒരു ഇതിലും കൂടെ ഗ്ലൂ ചെയ്തിട്ട് ഇതിങ്ങനെ തേച്ച് ചെറുതാണ്. ഇതേപോലെ കിട്ടി. നമുക്ക് നെക്സ്റ്റ് ലെയർ തുടങ്ങുന്നതിൻ്റെ അടുത്തും ആ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടും പശ തേച്ച് കൊടുക്കുക.
അടിയിൽ പർപ്പിൾ ഒറ്റ തയ്യാറായിട്ട് മാത്രമേ ബാക്കി മുകളിലൊക്കെ വെള്ളമാണ്. ഒരു മഞ്ഞക്കാൾ പിന്നെ വിചാരിക്കുന്നു ഈ കേട്ടോ അങ്ങനെ കളർ വീണ്ടും അതേപോലെ അവസാനത്തെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പൂ. അങ്ങനെ നമ്മൾ എല്ലാ പൂവും ഇതേപോലെ ബൊക്കെയായിട്ട് കിട്ടൊക്കെ നമ്മുടെ ബൊക്കെ ഇത്തിരി വലുതായി പോയില്ലേ. എന്ത് ചെയ്യണം, ചെറുതാക്കണം കേട്ടോ. എന്താ പറയുക, പൂ നമുക്ക് കാണുമല്ലോ, പൂ കണ്ടാൽ രസമുണ്ട്. അതുകൊണ്ടുതന്നെ ചെറുതാക്കി കൊടുത്തിട്ട് പൂ കാണാം നോക്കട്ടെ. അതെ, പൂ കാണാം, കുറച്ചും കൂടെ ഓക്കെ. ശരി, നമ്മുടെ പൂ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമുക്ക് 4 പൂവും കൂടെ ഇടണം. നമുക്ക് ഇനി വീണ്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു റെഡാണ് കേട്ടോ. ഈ ഒരു റെഡാണ് നേരത്തേക്കുന്നത്, കണ്ടത് കറക്റ്റ് റെഡാണ്. നമുക്കിത് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കാം. നമുക്കിനി ഇതേപോലെ ഇങ്ങനത്തെ 3 കളറും കൂടെ ചെയ്തെടുക്കണം. ഒരു പണി തന്നെ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങണ്ടേ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ അവസാനത്തെ ഒരു വൈറ്റ് കളറിൻ്റെ ഒരു ഇതും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കളറിലും ആവശ്യമുള്ളത്ര വൈറ്റ് കളറിലും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തീരാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട അത്ര നമുക്ക് വേണ്ട കളറിൽ ഓരോന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. പിങ്ക് എടുത്ത് നമുക്ക് ആദ്യം തന്നെ പിങ്ക് ചെയ്യാതെ പിങ്ക് നമുക്ക് എങ്ങനെ പിങ്ക് എടുക്കാം. ആദ്യം നമുക്കൊരു വൈറ്റ് എടുക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തുറക്കുക. ഇങ്ങനെ നേരെ മടക്കാട്ടോ. അങ്ങനെ എല്ലാ പൂവും ചെയ്യണം. ഓക്കെ, നല്ലൊരു വിധം പണിയുള്ള പരിപാടിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ട അത്രയും കളറിലും വേണ്ട അത്രയും വൈറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിക്കിലും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതും ഒരു നല്ല പണി തന്നെയാണ് കേട്ടോ, ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കാണ്. അപ്പോൾ അവസാനത്തെ നമ്മൾ പൂവ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ ഒരു വെള്ളക്കാർ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കത്തെ പണി തന്നെയാണ്. അതും നമ്മൾ ബൊക്കാന്ന് പറയുമ്പോൾ കുറേ വേണം. ഞാനിപ്പോൾ കുഞ്ഞി ബൊക്ക ഉണ്ടാക്കുന്ന കാരണം മാത്രമാണ് ഇപ്പം ഇത്ര ഉണ്ടായത്, അല്ലെങ്കിൽ കുറേ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ വൈറ്റ് റൗണ്ട് കഴിഞ്ഞ് നമുക്കിങ്ങനെ ചുറ്റി ജസ്റ്റ് ഒന്ന് അവസാനിച്ച് ഇതും കൂടെ കൊടുക്കാം. ഇത് കഴിഞ്ഞു അവിടെ തന്നെ നമുക്കിത് ഒന്നുകൂടെ ഒരു പശവശം കൂടെ പശ വെച്ചിട്ട് നമുക്ക് വേണ്ട കളറിലുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഓരോ പൂവിൻ്റെയും അവസാനത്തെ ഒരു ഇതാണ്. ഇങ്ങനെ ചുറ്റി അങ്ങനെ കുറേ ചുറ്റാനുണ്ട്. ചുറ്റി അപ്പോൾ നമ്മൾ ചുറ്റി തീർന്നു കേട്ടോ. നമ്മുടെ ഇത് അവസാനത്തതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവുണ്ടാക്കി തീർന്നു. നമുക്ക് ഇങ്ങനെ 5 പൂവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട്. പർപ്പിൾ, പിങ്ക്, ഇതൊരു സ്കിൻ പോലത്തെ കളറ്, ഇത് റെഡ്, ഇതൊരു പിങ്ക്. ഇങ്ങനത്തെ 5 കളറിലാണ് നമ്മൾ ചെയ്തേക്കണേ. നമ്മുടെ പർപ്പിളാണ് ഇത്തിരി ബെറ്ററായിട്ട് വന്നേക്കണേ. നമുക്ക് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് വെക്കണ്ടേ. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ 2 കളറുമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെക്കണത്. ഉള്ളാട്ടാക്കി ഇങ്ങനെ വെക്കണത്. സനി പർപ്പിളും കൂടെ വെച്ച് കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ബുക്ക്. ഓക്കെ, നമ്മുടെ ബൊക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പ്രേ പെൻറ്റ് ഉപയോഗിക്കാം. ഞാൻ സ്പ്രേ പെൻറ്റ് ഉപയോഗിക്കാൻ ഞാൻ കേട്ടോ. നമുക്ക് കുറച്ച് ഇലകളൊക്കെ ഒട്ടിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇല ഉണ്ടാക്കണം. ഇല ഉണ്ടാക്കാനും ഇതേപോലെ കുറച്ചധികം പണി തന്നെയാണ്. ഇലയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണ്ടേ, അതാണ് പണി കേട്ടോ. ആദ്യം നമുക്ക് ഇത് പേപ്പർ എടുക്കാം. അതിനെ ഇതേപോലെ
ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പീസ് എടുത്ത് വെക്കാം. നമുക്ക് മൊത്തം 10 ഇലകളാണ് ഉണ്ടാവേണ്ടത്. കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു A4 ഷീറ്റിൽ നിന്ന് മൊത്തം 8 ഇലകളാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പേപ്പറിൽ നിന്ന് 8 ഇലകൾ കിട്ടുന്നുണ്ട്. മൊത്തം 16 ഇലകളാണ് ഉണ്ടാക്കുന്നത്. വേണ്ടി ആദ്യം നമുക്ക് സ്ക്വയർ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പിൽ, സ്ക്വയറോ ട്രയാങ്കിളോ ഏതൊരു ഷേപ്പിൽ നമുക്ക് എന്താണ് ഇലകൾക്ക് വേണ്ടിയുള്ള ഒരു ബോക്സ് പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിടണം. ഇപ്പോൾ 8 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പേപ്പറിലും 8 എണ്ണം ഇതേപോലെ കിട്ടും. വീണ്ടും 2 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത 2 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ 12 പേപ്പറുണ്ട്. 12 ഉണ്ടോന്നുണ്ട്. ഇനി നമുക്ക് 16 വേണ്ടേ? അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലിലത്തെ പേപ്പറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിത് ഇത്രയും പേപ്പേഴ്സ് വേണം ഇലകൾക്ക് വേണ്ടി. ഇനി നമുക്ക് ഓരോ പേപ്പറിലും ഇലയുടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മോഡൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നാലേ ഇലയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ. ഇതേപോലെ അങ്ങനെ എല്ലാ ഇലയിലും വരച്ചു കൊടുക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ ലീഫിൻ്റെ എല്ലാ ലീഫ് നമുക്കത് എല്ലാം ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പേപ്പറിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതും ഒരു പണി തന്നെയാണ്. ഇതേപോലെ നമ്മൾ ആ കട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ നമുക്കത് സ്കെച്ച് വെച്ചത് ഇതേപോലെയും കൂടെ വരക്കണമെങ്കിൽ സൈഡിൽ വരാത്തടത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ചെയ്യണം. ഇതേപോലെ കൂടെ ഒന്നുകൂടെ ചെയ്യണം. ഇതിൻ്റെ ഒപ്പം ചെയ്യണമെങ്കിൽ വേഗം തീർന്നു പോകുന്നു തോന്നുന്നു. അഞ്ഞൂടാ. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ എല്ലാം ഒട്ടിച്ചു തുടങ്ങാൻ പോണേ കേട്ടോ. ഇതേപോലെ വേണം നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ. ഇവിടെ പശ ഇടാം. ഈ എല്ലാവരുടെ ഈ ഒരു തുമ്പത്തായിട്ട് ഇങ്ങനെ പശ ഓരോന്നും ഇങ്ങനെ തേച്ച് കൊടുക്കണം. പിന്നെ ഓരോന്നും ഇങ്ങനെ തേച്ച് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ. അയ്യോ, ഇന്നത്തെ മണിത്താരൊന്നും കാണിക്കരുത് കേട്ടോ. കൊള്ളാകല്ലാതെ വേറെ ഒന്നും നടക്കില്ല. വേറെ ഒന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം ഇതേപോലെ നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കണേ. അപ്പം ഫ്രണ്ട്സ്, നമ്മളിത് ഇത്രയും തുടങ്ങി നമ്മളിങ്ങനെ പകുതി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 എണ്ണം കൂടെയുള്ള 4 ലീഫും കൂടെ വരച്ച് വെട്ടി ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ വീണ്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ ഇനി വെറും 4 എണ്ണകൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റം നോക്കി നമുക്കപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം. തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കാണാൻ. പക്ഷെ ഗ്യാപ്പില്ലെങ്കിൽ പ്രശ്നമാണ്. ഗ്യാപ്പില്ലാതെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അവസാനത്തെ അല്ല, സെക്കൻഡ് ലാസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം.
ഒട്ടിച്ചപ്പോൾ തന്നെ സാധനം ഫില്ലായിട്ടോ. പക്ഷെ നമുക്ക് ഒന്നാം കൂടെ ഉണ്ട്. അപ്പോൾ അവസാനത്തെ ലീഫിലും കൂടെ ദേ ഇങ്ങനെ അറ്റത്തൊന്ന് ജസ്റ്റ് പശ തേച്ചിട്ട് ഇവിടെ ഇട്ടൊന്ന് പശ തേച്ചിട്ട് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു. ഓക്കെ, നമ്മുടെ ബൊക്ക ദേ ഇതുവരെയും സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യത്തെ 2 ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുക. അടുത്ത 2 ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റത്തെ ഫ്ലവർ ഇട്ട് കൊടുക്കുക. നമ്മുടെ ബൊക്ക റെഡി. അപ്പം നമ്മുടെ ബൊക്ക ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ക്രാഫ്റ്റിംഗ് വീഡിയോസ് വരാനായി. ബൈ ബൈ.